2018 ഓട്ടോമാറ്റിക് 40,000 ഓടി 540. ഈ വണ്ടി 2.5 ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു. 25,000 ഓഫർ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം. ഡീസൽ വണ്ടി അല്ലേ? 17 ഡീസൽ വണ്ടി. ഞങ്ങൾ ഇതിന് 5.5 ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വെറും 30,000 രൂപ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ടോ വണ്ടി ഡീസൽ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. 1.6 ഡീസലാണ്. 6 മാസം ഇറക്കിയ വണ്ടിയാണ്. 580 ഏറെക്കുറെ നമുക്ക് 5 രൂപ ലോൺ കിട്ടും. ഒരു 30,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാല്യൂ വണ്ടി എടുത്തുകൊണ്ടോ. എത്ര ലോൺ വേണം? ഫുൾ ലോൺ കയറും. എന്നാലും ഞാൻ പറയാം, ഒരു 50 രൂപ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ലാബ് ഇൻട്രസ്റ്റ് സ്ലാബ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. നമ്മൾ 5 ലക്ഷം രൂപ ഇട്ടിരുന്നത് 20,000 രൂപ ഓഫർ 4.80 തരാം. നമ്മളിത് 6.5 ലക്ഷം കിട്ടുന്നതാണ്. 45,000 ഓഫർ 5,80,000 രൂപ തന്നേക്കാം. 5.80 20 വണ്ടി അല്ലേ? 20 സ്വിഫ്റ്റ് VX ഓപ്ഷൻ വണ്ടി. മോഡൽ 22 വണ്ടിയോ? 22 സിംഗിൾ ഓണർ 12,000 കിലോമീറ്റർ 60,000 ഓഫറിൽ 4.90 വണ്ടി എടുക്കാം. നിങ്ങൾക്ക് ഞാൻ 5 ലക്ഷം രൂപ ലോണും തരാം. കേരളത്തിൽ വേറെ എവിടെയും കിട്ടും ഈ വണ്ടി ഈ വിലക്ക്? ഒരു യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചിട്ട് ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കൊല്ലത്താണ്, രണ്ടാംകുറ്റിയാണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ടൗണിൽ തന്നെയാണ്, കൊല്ലം ടൗണിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് GST ഒക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ വില കുറയുമോ, വില കുറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എപ്പോഴും കമൻറ്റ് ഇടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഞെട്ടിക്കുന്ന വീഡിയോ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GSTയുടെ കുറവ് എത്രയാണോ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത്രയധികം വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതായത് എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പിന്നെ ഈ ക്വാളിറ്റിയുള്ള വണ്ടികൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ മറ്റെവിടെയും കിട്ടില്ല. ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ കച്ചവടം, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് വലിയ വണ്ടികളും പിന്നെ കുറച്ച് സെഡാൻ വണ്ടികളും കുറച്ച് ചെറിയ വണ്ടികളും എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും സുഹേൽ ബ്രോ വരൂ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയുന്നത് ഇപ്പൊ GST ഇപ്പൊ കുറഞ്ഞല്ലോ, അതാണ് മെയിൻ വിശേഷം അല്ലേ? അതായത് നവംബറിൽ 2016 ഈ നോട്ട് നിരോധന കണക്കാണ് ശരിക്കും പറഞ്ഞാൽ GST വന്നത്. നമ്മൾ ഒരുപാട് വണ്ടികൾ മോഡൽ കൂടി വണ്ടികൾ ചെറിയ വിലയ്ക്ക് ചെറിയൊരു ഷോറൂം വിലയായിട്ട് ചെറിയ ഡിഫറൻസിൽ എടുക്കും. ശരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ GST കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എടുത്തു വെച്ച വണ്ടികൾക്ക് പിന്നെ വില നമ്മൾ കൊടുത്താണ്. അപ്പൊ അതിലൊക്കെ ഒരുപാട് നഷ്ടം വന്നാലും നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ചേ തരുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറെ വണ്ടികൾ നമ്മള് ശരിക്കും ഇത് വിറ്റഴിക്കാന്ന് കേട്ടിട്ടില്ല. ഈ ചില കടകളിലൊക്കെ വിറ്റഴിക്കൽ എന്നൊക്കെ അതേ കണക്ക് ഇപ്രാവശ്യം നമ്മൾ വിറ്റഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ പുതിയ പ്രൈസ് അപ്ഡേഷൻ ചെയ്തതിനകത്ത് നിന്ന് വണ്ടി കാറ്റഗറൈസ് ചെയ്തിട്ട് മാക്സിമം വില കുറച്ച് കസ്റ്റമറിന് കൊടുക്കാന്നുള്ളതാണ്. ഇതിലൊക്കെ ഉപരി നമ്മളിവിടെ ക്വാളിറ്റി വണ്ടികൾ മാത്രമേ സെയിൽ ചെയ്യത്തുള്ളൂ. അപ്പൊ ക്വാളിറ്റി വണ്ടി നോക്കി വരുന്നവർ ഒരിക്കലും നമ്മളെ ഈ ഷോറൂമോ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ വേറൊരു കേസ് പറയാട്ടോ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ GSTന്റെ കേസ് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇറങ്ങുന്ന വണ്ടിയൊക്കെയാണ് ഈ പറഞ്ഞ വിലക്കുറവുള്ളൂ അല്ലേ? ഓൾറെഡി ഇറങ്ങിയ വണ്ടികളൊക്കെ ഇവരൊക്കെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇവരൊക്കെ നഷ്ടം സഹിച്ചിട്ടാണ് ഇപ്പൊ GST കുറച്ച് നമുക്ക്. അതെ, ഇപ്രാവശ്യം ഞാൻ ഇട്ടേക്കുന്ന വണ്ടികൾ മിക്കതും എന്റെ മുതലീനും താത്താണ് ഞാൻ ഒരുപാട് വണ്ടി ഇട്ടേക്കുന്നത്. ചില വണ്ടികൾ മാത്രം പാർക്കാൻസിൽ കസ്റ്റമർ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ആരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടരുത്. മൊബൈൽ ഫോൺ എല്ലാവർക്കും കൊടുത്തായിരുന്നു. കുറെ പേര് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ആ വണ്ടി എടുത്തവർക്കെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് മൊബൈലിൽ കൊടുക്കും. ചില ആൾക്കാർ പറഞ്ഞ് മൊബൈൽ വേണ്ട, പകരം വണ്ടിക്കകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെന്നാൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. മൊബൈലിന്റെ പൈസ കുറച്ച് കൊടുത്തു. മൊബൈലിന്റെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കും. ഒരുപാട് ആൾക്കാർക്ക് നമ്മളെല്ലാ മൊബൈലും കൊടുത്തിട്ടുണ്ട്. അതെ ശരി. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ഓഫറുകളുമായിട്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് വണ്ടികൾ കുറച്ചധികം കാണിച്ചു തരാം. 2 എപ്പിസോഡ് വരും. ആദ്യത്തെ എപ്പിസോഡിൽ ഈ കിടക്കുന്ന വണ്ടികൾ ഇത്ര എണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ വേറെ കുറച്ച് ചെറിയ വണ്ടികളുണ്ട്. മിസ് ചെയ്യണ്ട, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഷെയർ ചെയ്ത് കൊടുക്കലും മാക്സിമം ചെയ്ത് കൊടുക്കുക അല്ലേ? ഉപകാരപ്പെടുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിൽ ഈ ഒരു എപ്പിസോഡിൽ നല്ല കിടിലം പോലത്തെ കിളിക്കുഞ്ഞു വണ്ടികൾ അല്ലേ, മാക്സിമം വില കുറച്ചെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടികൾ. തീർച്ചയായിട്ടും നമുക്ക് വേഗം പറഞ്ഞു പോയല്ലോ. 10-25 വണ്ടി കാണിക്കാൻ ഒരു എപ്പിസോഡിൽ. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ വണ്ടി നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ആണ്. നല്ല ക്ലീൻ പീസ് സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് സാധനം. ഇതേതാ മോഡൽ? 14 സിംഗിൾ ഓണർ 68,000 കിലോമീറ്റർ ഓടിയ ZD ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ZD 68,000. ഈ സാധനം കിട്ടാനില്ല, ആവശ്യമുള്ളവർ വന്നെടുത്തോളൂ. അത്ര നല്ല പവർ, നല്ല കംഫർട്ടും ആണ്. അത് മാത്രമല്ല ഇതിന്റെ 4 ടയർ ഏകദേശം 90% ഉണ്ട്. 90 മുള്ളു പോലും മാറിയിട്ട് നല്ല വണ്ടിയാണ്. ജെന്യൂൻ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതേ വണ്ടി നമ്പർ ഞാൻ കാണിച്ചുതരാം. KL 02AR 5520 നിങ്ങൾ എടുത്തോളൂ. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല. ZD പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ബട്ടൺ ഷെഡ് അടക്കം വരുന്ന വണ്ടി അല്ലേ? അതെ. ഈ വണ്ടി നമ്മൾ 5 ലക്ഷം രൂപ ഇട്ടുന്നത് 20,000 രൂപ ഓഫർ 4.80 തരാം.
അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. 14 വണ്ടിയുടെ അപേക്ഷിച്ച് ലേശം വില കൂടുതലാന്ന് ആൾക്കാർ പറയും. അതെ അതെ അതെ. പക്ഷേ ഈ സാധനം കിട്ടാനില്ല, ഇപ്പൊ നിലവിൽ കിട്ടാനില്ല, ഈ ക്വാളിറ്റിയിൽ കിട്ടാനില്ല. നിങ്ങൾ ഈ വണ്ടി നോക്കി വന്ന് ഓടിച്ചിട്ട് ഈ വണ്ടി എടുത്താൽ അത്ര ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്വിഫ്റ്റ്, ഇത് 2022 സിംഗിൾ ഓണർ VXi ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VXi ഓട്ടോമാറ്റിക് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒരുവിധം വണ്ടിയൊക്കെ ഇറങ്ങിപ്പോയി അല്ലേ? ഇല്ല, ഒരുമാതിരിപ്പെട്ട 90% വണ്ടി ഇറങ്ങിപ്പോയി, ഒരു 10% വണ്ടി മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ. 22 ഓട്ടോമാറ്റിക് VXi ഏതാ മോഡൽ? അല്ല, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് വേറെ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ കറക്റ്റ് എക്സാക്ട് ഡേറ്റ് 6/9/2022 വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ വണ്ടി നമ്മൾ നേരത്തെ 6,50,000 രൂപയ്ക്ക് നമ്മൾ GST വരുന്നതിന് മുമ്പ് വിൽക്കായിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി 30,000 ഓഫർ ഉണ്ട്, 6,20,000 രൂപയ്ക്ക് കൊടുക്കാം. 6,20,000 2022 ഓട്ടോമാറ്റിക് അല്ലേ? വേണ്ട, ഈ വണ്ടി നമുക്ക് 6 ലക്ഷം രൂപ കൊടുത്തേക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുത്തേക്കാം. 22 VXi സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടി, അല്ല സോറി ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് VXi ഫുൾ ഓണും കൊടുത്തിരിക്കുക. അതല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ റെഡ്, ഇത് വന്നിട്ട് 2022 ZXi വണ്ടിയാണ്. 22 ZXi സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടിയാണ്, മാനുവൽ വണ്ടി. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇതെല്ലാം 4 സിലിണ്ടർ വണ്ടിയാണ്. നിങ്ങൾ ഇപ്പൊ ഇറങ്ങുന്ന 3 സിലിണ്ടർ വണ്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ വണ്ടി ആ വണ്ടി ഓടിക്കാൻ പകൽ വ്യത്യാസമുണ്ട്. എല്ലാം കൊണ്ട് ഓവറോൾ നമ്മൾ ബോഡി എടുക്കുകയാണെങ്കിലും അല്ലാതെ അതിന്റെ എഞ്ചിൻ എടുക്കുകയാണെങ്കിലും എല്ലാം മാറ്റമാണ്. മറ്റേത് 3 സിലിണ്ടർ, ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 6.25 ലക്ഷം രൂപ കിട്ടുന്നതാണ്. 22 ZXi ആണ്, പുഷ്പട്ട സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് 25,000 ഓഫർ ഉണ്ട്, 6 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം. ഏറെക്കുറെ നമുക്ക് ഒരു 6-6.25 വരെ ലോണും കൊടുത്തേക്കാം. നിങ്ങൾ ഒരു 25,000 രൂപ വരെയാണ് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ സെയിം സാധനം ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. 2020 സിംഗിൾ ഓണർ സ്വിഫ്റ്റ് VXi ഓപ്ഷൻ ആണ് വണ്ടി. ഡയമണ്ട് കട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെറും 39,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മളിത് 6.25 ലക്ഷം കിട്ടുന്നതാണ്. 45,000 ഓഫർ 5,80,000 രൂപ തന്നേക്കാം. 5,80,000 വണ്ടി അല്ലേ? 20 സ്വിഫ്റ്റ് VXi ഓപ്ഷൻ വണ്ടി. അടിപൊളി. അതുപോലെ തന്നെ വൈറ്റ് ആണെങ്കിലോ, ഈ വൈറ്റ് വണ്ടി വന്നിട്ട് 2020 തന്നെ സിംഗിൾ ഓണർ വണ്ടി VXi വണ്ടിയാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് ഈ വണ്ടിയും. 6.25 ലക്ഷം രൂപയാണ് ഇത് കിട്ടുന്നത്. 45,000 ഓഫർ 5,80,000 രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ 5.25 ലക്ഷം രൂപ ലോണും കിട്ടും. 20 സിംഗിൾ ഓണർ വണ്ടി, 40,000 കിലോമീറ്റർ. നെക്സ്റ്റ് 2022 സിംഗിൾ ഓണർ ടാറ്റ പഞ്ചാണ്. വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ് ഈ വണ്ടിയും. 18,000 ഓടിയിട്ടുള്ളൂ, വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ GST വരുന്നതിന് മുമ്പ് 5.5 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി നമുക്ക് ഇപ്രാവശ്യം 4,90,000 എടുക്കാം. എത്ര? 4,90,000. മോഡൽ 22 വണ്ടിയോ? 22 സിംഗിൾ ഓണർ, 18,000 കിലോമീറ്റർ, 60,000 ഓഫറിൽ 4,90,000 വണ്ടി എടുക്കാം. നിങ്ങൾക്ക് ഞാൻ 5 ലക്ഷം രൂപ ലോണും തരാം. കേരളത്തിൽ വേറെ എവിടെയും കിട്ടും ഈ വണ്ടി? ഈ വിലക്ക് ഒരിടത്തും കിട്ടില്ല. 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി 4,90,000. 4,90,000 അത് അന്യായ വിലയായിട്ടോ. അല്ല, കിടിലൻ സാധനമാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലും അടുത്ത 2022 മോഡൽ തന്നെ സിംഗിൾ ഓണർ വെന്യൂ S+ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത്. S+ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷനിൽ മിഡിൽ ഓപ്ഷനിൽ അലോയ്സ് ഒക്കെ ഇതിനകത്ത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 10-12 രൂപ വിലയുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇപ്പൊ GST വന്നതിന് ശേഷമാണ് മാനുവൽ വണ്ടി. നമ്മളിത് 7.5 ലക്ഷം രൂപ ഇട്ടിരുന്നതാണ് ഈ വണ്ടി. 50,000 ഓഫർ 7 ലക്ഷം രൂപ തരാം. ഏറെക്കുറെ ഫുൾ ലോണും തരാം. 1 രൂപ നിങ്ങൾ കയ്യിൽ നിന്നിടണ്ട. 22 വണ്ടിയാണ് നിങ്ങൾക്ക്, അതും 27,000 കിലോമീറ്റർ അല്ലേ? സ്വിഫ്റ്റിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു XUV ടൈപ്പ് എടുത്തോണ്ട് പോകാം. കിലോമീറ്റർ 27 ഓടിയുള്ളൂ. കിലോമീറ്റർ വെറും 27,000 കിലോമീറ്റർ, ജെന്യൂൻ സിംഗിൾ ഓണർ വണ്ടി. അതായത് 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 22 വണ്ടി കിട്ടും. അതും വെന്യൂ ആണെന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 22 സിംഗിൾ ഓണർ SX ആണ്. മേളിൽ തുറക്കുന്ന ജനലൊക്കെ ഉണ്ട്. ഡീസൽ വണ്ടിയാണ് ഈ വണ്ടി. ഡീസൽ വണ്ടി 51,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മൾ 9.5 ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടിരുന്ന പ്രൈസ്. കട്ട് ചെയ്ത് 80,000 രൂപ. എത്ര? 80,000 രൂപ കുറച്ചു. 8,70,000 രൂപ തന്നേക്കാം. ഏറെക്കുറെ 8.5 രൂപ ലോണും തന്നേക്കാം. 20,000 രൂപയ്ക്ക് ഒരു ഡീസൽ വണ്ടി 10 രൂപ മേലെ മൈലേജ്. 20 മേലെ മൈലേജ് കിട്ടൂലേ? അത് 22 മോഡൽ അല്ലേ? 22 മോഡൽ. അത് കൊള്ളാട്ടെ. ഇത് നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നതാണ് അല്ലേ? അതെ. അതായത് 22 ഡീസലാന്ന് ആലോചിക്കണം. അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഉള്ള വണ്ടി. ഇടലാൻ സാധനം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, അടുത്തൊരാണെങ്കിൽ സിട്രോൺ ആണ്. പല ആൾക്കാർക്കും ഈ വണ്ടിയെ പറ്റി അറിയില്ല. അതെ, ശരിക്കും നല്ലൊരു വണ്ടിയാണ്. 2023 സിംഗിൾ ഓണർ വണ്ടി, വെറും 16,000 കിലോമീറ്റർ. രാജു, ഈ വണ്ടി എങ്ങനെയുണ്ട്? നല്ല ക്ലീൻ വണ്ടിയാണല്ലോ. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എന്ന് ഞാൻ പറയും. ഈ അടുത്തിടെ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച ഏറ്റവും നല്ലൊരു വണ്ടിയാണ് ഈ സിട്രോൺ എന്ന് പറഞ്ഞ പെട്രോൾ ആണ്. നല്ല പവറും കംഫർട്ടും ഉണ്ട് ഈ വണ്ടി. നല്ല ബോഡി ബിൽഡ് ആണ് ഈ വണ്ടി. വളരെ മികച്ച വണ്ടി. പക്ഷെ ഇതിനകത്ത് ആൾക്കാർക്ക് ഇതിന്റെ സെക്കൻഡിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. സിട്രോൺ ശരിക്കും ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ശരിക്കും അതാണ് അതിന്റെ പ്രശ്നം പറ്റിപ്പോയതും. ഇന്ത്യയിലുള്ള ഒരുവിധ ആൾക്കാർക്കൊന്നും ഈ സാധനത്തെ കുറിച്ച് അറിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മൾ 6.5 ലക്ഷം കിട്ടുന്നതായിരുന്നു. GST കുറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച്. എത്ര രൂപ കുറച്ചെന്നറിയാമോ?
1 ലക്ഷം രൂപ കുറച്ച് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് 2023 16,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, അതും അണ്ടർ വാറന്റി. കൊള്ളാട്ടോ, നല്ല ക്ലീൻ സാധനമാണ്. 5 രൂപയ്ക്ക് ഇത് എത്ര ലോൺ കിട്ടുന്ന വരും? എത്ര കിട്ടും? ഞാൻ 6 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു തരാം. എത്ര ലോൺ കയറും? 50,000 രൂപ എക്സ്ട്രാ കിട്ടും. നമ്മൾ GST വന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ പ്രോഫിറ്റ് എടുത്തുള്ള ഒരു കച്ചവടമല്ല, ഞാൻ അത് ഇപ്പോഴേ പറഞ്ഞേക്കാം. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് നിസാൻ മാഗ്നറ്റ് 2024 വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 24 മാഗ്നറ്റ്, 9,000 കിലോമീറ്റർ മാത്രം. പെട്രോൾ ഓട്ടോമാറ്റിക്കാ? പെട്രോൾ മാനുവൽ. മറ്റേ ഇതുണ്ടോ, നമ്മുടെ ടർബോ ആണോ? ടർബോ അല്ല, ഇത് സാധയാണ്. 1.2 അല്ലേ? 1.2 കിലോമീറ്റർ പറഞ്ഞേ 9,000 കിലോമീറ്റർ. അടിപൊളി. വണ്ടിയുടെ പുതിയതിന്റെ മണം പോലും മാറിയിട്ടില്ല, അത്ര സെറ്റ് വണ്ടിയാണ്. ഈ വണ്ടി നമ്മള് 6.5 ലക്ഷം രൂപ ഇട്ടുന്നതാ. അപ്പോഴാണ് വീണ്ടും GST വന്നത്. അപ്പൊ നമ്മൾ ഈ വണ്ടി 75,000 രൂപ ഓഫർ കഴിച്ചിട്ട് 5.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5,75,000 രൂപയ്ക്ക് 5 രൂപ ലോണും തരാം. 9 രൂപ മേലെ വരില്ലേ പുതിയ? 9.80 ഉണ്ട്. അത്ര ഉണ്ടല്ലേ? അടിപൊളി. നമുക്ക് ഈ വണ്ടി 5.5 ലക്ഷം രൂപ ലോണും തരാം. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി എടുത്തുണ്ടോ. ആലോചിക്കണം, 2024 മോഡൽ വണ്ടിയാണ്, നിങ്ങൾക്ക് 5,75,000 രൂപ ഈ വണ്ടിയൊക്കെ കിട്ടുന്ന നമ്മുടെ ട്രസ്റ്റ് വാല്യൂലാണ്. നിങ്ങൾ അത് മറക്കരുത്. വെറും 25,000 രൂപ ഡൗൺ പേയ്മെന്റിൽ 5.25 ലക്ഷം രൂപ വണ്ടി 24 വണ്ടി എടുത്തുണ്ടോ. വണ്ടി അണ്ടർ വാറന്റി ആണ്. ശരി. ഇതാണെങ്കിൽ അടുത്ത് കിട്ടാത്തൊരു മുതലാണ്. 2016 ZA പ്ലസ് ഹൈബ്രിഡ് വണ്ടിയാണ്. 16 ZA പ്ലസ് അല്ലേ? 16 ഹൈബ്രിഡ് ആണ്. ഫസ്റ്റ് ഓണർ ആണ്, സിംഗിൾ ഓണർ. 75,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി ഇരിക്കുന്ന വാഹനം. ഒരൊറ്റ റീപ്ലേസ് ഇല്ല. വണ്ടിയുടെ KL01 BW 96 ഫാൻസി നമ്പർ ആണ്. ZA പ്ലസ് ആണ്. പുഷ്പ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ സാധനവും വരുന്ന അടിപൊളി വണ്ടിയാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ 7.25 ലക്ഷം ഇട്ടിരുന്ന 50,000 രൂപ ഓഫർ 6,75,000 രൂപ തന്നേക്കാം. ഏറെക്കുറെ 6 രൂപ ലോണും കിട്ടും. 6,50,000 രൂപ 6.75 7.25 ഇട്ടിരുന്ന 50 രൂപ ഓഫർ 6,75,000 രൂപയ്ക്ക് വണ്ടി തരാം. അതായത് 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ZA പ്ലസ് ഹൈബ്രിഡ് ആണ് വണ്ടി. ശരി. ഇതാണെങ്കിലോ, ഇത് വന്നിട്ട് 2017 മോഡൽ ലോജി ആണ്. ഇപ്പൊ ഇതൊരു 7 സീറ്റർ പോലെയാണ്. ഇത് അടുത്തൊരു 7 സീറ്റർ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വണ്ടിയല്ലേ ഇത്? നല്ലൊരു വണ്ടി. പക്ഷെ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് റിനോൾട്ടിന്റെ ആയതുകൊണ്ട്. അപ്പൊ ഈ വണ്ടി വന്നിട്ട് 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഓണർ വണ്ടി. RXZ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പിന്റെ ആലോചിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീസൽ 85 വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. നമ്മള് 5 ലക്ഷം രൂപയാണ് ഇട്ടിരുന്ന പ്രൈസ്. 1 ലക്ഷം രൂപ ഓഫർ. 4 ലക്ഷം രൂപയ്ക്കോ? 4 ലക്ഷം രൂപയ്ക്ക് 2017 7 സീറ്റ് വണ്ടി. 17 മോഡൽ 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് വെറും 4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 4 ലക്ഷം. വണ്ടിക്ക് മാർക്കറ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. വണ്ടിക്ക് ഫുൾ ലോൺ തരാം. ഫുൾ ലോൺ എന്തായാലും കിട്ടും. ഫുൾ ലോൺ കിട്ടണമെങ്കിൽ 4 ലക്ഷം രൂപ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5 രൂപ ഉണ്ടെങ്കിലേ 4 ലക്ഷം രൂപ ലോൺ. IDV ഉണ്ടാവും അല്ലേ? IDV ഉണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഒരു കിഡിലൻ ക്രിസ്റ്റ വേണ്ടവർ നോക്കിക്കോളൂ. ഈ ക്രിസ്റ്റ വണ്ടി ഇതേതാ മോഡല്? ഇത് 2021 GX ഓട്ടോമാറ്റിക് ആണ് വണ്ടി. G4 ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്ററോ? ഈ വാഹനം 1.5 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഇപ്പൊ മേജർ സർവീസ് ആയിട്ടുള്ള ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് 21/8 ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? 21 വർഷം 8 മാസം ഇറങ്ങി. 8 മാസം ഇറങ്ങിയ വണ്ടി. ഈ വണ്ടി ഇപ്പൊ നിലവിൽ വണ്ടി ഇല്ല, നിർത്തി. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്ന വില ഓട്ടോമാറ്റിക് ഇല്ല, ഇപ്പൊ മാനുവൽ ഇറങ്ങുന്നുണ്ട്. പെട്രോളിൽ ഹൈ ക്രോസ് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നമ്മൾ 21 ലക്ഷം രൂപ ഇട്ടിരുന്ന വിൽക്കാനായിട്ട് 1.5 ലക്ഷം രൂപ കുറച്ച് 19.5 ലക്ഷം രൂപ കയറാം. 19,50,000 രൂപയ്ക്ക്. അടിപൊളി. 19.5 ലക്ഷം രൂപയ്ക്ക് 2021 ക്ലീൻ പീസ് വണ്ടി അല്ലേ? ക്ലീൻ പീസ് വണ്ടി. ITR എല്ലാം ചെയ്യുന്ന ഒരാളാണെങ്കിൽ 18 ലക്ഷം വരെ നമുക്ക് ഇത് ലോണും മേടിക്കാം. 18 ലക്ഷം ലോണും കിട്ടും. ITR ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 16-17 രൂപ നമുക്ക് എല്ലാ ലോൺ കിട്ടും. നല്ല ക്വാളിറ്റി പക്കയല്ലേ വണ്ടി? ക്വാളിറ്റി മാത്രമല്ല, വിലയിൽ എങ്ങനെ ഉണ്ട് സാധനം? നല്ല അടിപൊളി പ്രൈസ് തന്നെ അല്ലേ? അതായത് 21 ഓട്ടോമാറ്റിക് വണ്ടി ഇറങ്ങിയപ്പോ ഒരു 10-28 ലക്ഷം രൂപ വിലയില്ല. 28 രൂപയ്ക്കകത്ത് വിലയുണ്ട്. നമുക്ക് ഈ വണ്ടി 19.5 ലക്ഷം രൂപ കൊടുക്കാം. ആവശ്യമുള്ളവർ വിളിച്ചോളൂ. വണ്ടി ഒരൊറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കുറയാനുള്ള കുറച്ചും കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ നമുക്ക് മാക്സിമം എന്തെങ്കിലും കുറയ്ക്കാനുള്ള നമ്മൾ കുറച്ചും തരാം. ഓക്കെ. എന്നാലും ഈ കാണിച്ച വണ്ടികളൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട. ഇതൊക്കെ അങ്ങേ അറ്റം വില കുറച്ചിട്ടാണ് ഇപ്പൊ നിലവിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ? മാക്സിമം കുറയാനുള്ള കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് കൂടി കാണിച്ചു കൊടുത്താലോ? അതെ, ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് 2018 മോഡലാണ്. 18. ഇത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 40,000 ജെന്യൂൻ ആണല്ലോ അല്ലേ? ജെന്യൂൻ നമ്പറൊക്കെ ഉണ്ട്. KL 26J7286. ഈ വണ്ടി ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി. തട്ടുമുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. ഇത് ശരിക്കും കസ്റ്റമറിന്റെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. നമ്മൾ പർച്ചേസ്ഡ് അല്ല, ഓൺ പർച്ചേസ്ഡ് ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളി ചോദിച്ചുകൊണ്ടിരുന്നത് 5.25 ഇപ്പൊ നമ്മൾ വിളിച്ച് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറയാൻ പറഞ്ഞപ്പം 5,40,000 35,000 പുള്ളി കുറച്ച് 5,40,000 ഓട്ടോമാറ്റിക് 40,000 ഓടി 5,40
സിംഗിൾ ആവാണ്ടോ ഏറെക്കുറെ നെഗോഷ്യബിൾ ആവാണ്ടോ? നെഗോഷ്യബിൾ ആണെന്ന് പുള്ളി 5.45 ചോദിച്ചത്. ഇപ്പൊ ഒരു നമ്മൾ ഈ GST ഒക്കെ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് 35 രൂപ താത്തിട്ട് 5.40 വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏറെക്കുറെ നമുക്ക് 5 ലക്ഷം രൂപ ലോൺ എടുക്കാം. ഒരു 40,000 രൂപ കൊണ്ടുവരണം ഈ വണ്ടി എടുത്തോട്ട് പോകും. വേറൊരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോമാറ്റിക് അല്ലേ അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇത് പിന്നെ 4 സിലിണ്ടർ വണ്ടിയല്ലേ, മറ്റേ ഇപ്പൊ ഇറങ്ങുന്ന 3 സിലിണ്ടർ വണ്ടിയല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ല കിഡിലിന് ഒരു ഇന്നോവ എടുക്കണ്ടല്ലോ. ഇന്നോവ ക്രിസ്റ്റ 2017 മോഡലാണ്. 17 ക്രിസ്റ്റ അല്ലേ? ക്രിസ്റ്റ 17 മോഡല് G4 ആണ്. ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും അല്ലേ? ജെന്യൂനാ. കേരള വണ്ടിയാ? അല്ലല്ല, അത് ഇത് കേരള വണ്ടി ആയിരിക്കുന്നത്. റീ ആണ്, പക്ഷെ നമ്മളിത് കേരളത്തിൽ ആക്കിയിട്ടുണ്ട് വണ്ടി. അതായത് പേപ്പർ ആക്കിയ വണ്ടിയാണ്. അപ്പം നമ്മൾ ഈ വണ്ടി വന്നിട്ട് നമ്മളിവിടെ 13.5 ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത്. KL 01 DG 2399 നമ്പർ. നല്ല ഇന്റീരിയർ ഒക്കെയാണ്. അപ്പൊ 2017 ക്രിസ്റ്റ G4 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ഇട്ടിരുന്നത് 13.5 ലക്ഷം രൂപയാണ്. വേണ്ട 80,000 ഓഫർ വെച്ചിട്ട് 12.70 തരാം. അതായത് 17 മോഡൽ G4 മാനുവൽ. എത്ര രൂപ ലോൺ വേണം? ഫുള്ള് കയറൂലേ? ഏറെക്കുറെ ഫുള്ളും കയറും. ഇനി അതല്ല ഒരു 70,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി. G4 മാനുവൽ അല്ലേ ഇത്? മാനുവൽ. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളൂ. നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്യാം, മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ബൊലേറോ നടക്കുന്നുണ്ടല്ലോ. ബൊലേറോ ഏതാ മോഡൽ? 2020 മോഡൽ ബൊലേറോ B4 ആണ് വണ്ടി. ഇത് സെക്കൻഡ് വേരിയന്റ് അല്ലേ? കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി വന്ന് നമ്മൾ 7 ലക്ഷം രൂപയാണ് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് B4 പവർ വിൻഡോസ് ഒന്നും വരില്ല അല്ലേ? പവർ വിൻഡോസ് ഒന്നും വരത്തില്ല. അതിലും മഹേന്ദ്രയൊക്കെ ഓപ്ഷൻ കൊടുക്കാൻ വലിയ പാടാ. 2020 വണ്ടിയാണ് കേട്ടോ. 2020 മോഡൽ ന്യൂ ഷേപ്പിൽ വന്ന ബൊലേറോ. കിലോമീറ്റർ 50 കിലോമീറ്റർ വെറും 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ക ജെന്യൂൻ. കാരണം നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി ഹിസ്റ്ററി KL 31B7666 ആണ്. നമുക്ക് ഈ വണ്ടി 7 രൂപ ചോദിച്ചോണ്ടിരുന്നതാണ്. ഒരു 40 രൂപ ഓഫർ ഉണ്ട്. 6,60,000 കൊടുക്കാം. ഏറെക്കുറെ 6,000 രൂപ ലോണും കൊടുക്കാം. ഇത് പുതിയ 10 രൂപയ്ക്ക് മേലെ വില 10 രൂപയ്ക്ക് മേലെ വിലയുണ്ട് അല്ലേ? 20 വണ്ടി 6,60,000 രൂപ. അത് ലോ കിലോമീറ്റർ ഡീസൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ വളരെ വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിംഗർ അല്ലേ? വാഗണർ സ്റ്റിംഗറേ 14 മോഡൽ. 14 അതെ, 14 മോഡൽ വാഗണർ ആണ്. സ്റ്റിംഗർ ആണ്. ഇത് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വാഗണറിനെ കാട്ടി നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ്. വാഗണർ തന്നെയാണ്. പിന്നെ ബോഡിക്കകത്തൊക്കെ മാത്രമേ ഉള്ളൂ ചെറിയ മാറ്റങ്ങളുള്ളൂ. 75,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. അതെ, മാനുവൽ ആണ്. നമ്മൾ 3.25 രൂപ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് ഇപ്രാവശ്യം 35,000 ഓഫർ വെച്ച് 2,90,000 രൂപ കൊടുക്കാം. 2.5 ലോണും കൊടുക്കാം. 40,000 രൂപയായിട്ട് വന്നോളൂ ഈ വണ്ടി എടുത്തോണ്ട് പോകാൻ. അതായത് ആലോചിക്കണം, 2014 വണ്ടി 290. അതെ, അത് നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ ഇട്ടേക്കുന്ന എല്ലാ വണ്ടികളും GST വന്നതിന് ശേഷം നമ്മൾ വില കുറച്ചിട്ടേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. വണ്ടിക്കകത്ത് ഇത് 3.25 നമ്മൾ ഇട്ടിരുന്ന പ്രൈസ് ആണ്. അത് വെട്ടി 30,000 ഓഫറും കഴിച്ചിട്ടാണ് 290 ഇട്ടേക്കുന്നത്. ശരി, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി. അത് ഫുൾ ഓപ്ഷൻ വണ്ടി. എന്തായാലും മിസ് ചെയ്യണ്ട, നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടും. അതെ, ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ വെച്ചിട്ട് വിളിച്ചായിട്ടോ. അപ്പൊ നമ്മൾ കുറെ വണ്ടികൾ ഓൾറെഡി കാണിച്ചു. അതിന്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഡീസൽ വണ്ടി വേണ്ടവർക്ക് എടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ആൽഫ പ്ലസ് ഹൈബ്രിഡ് വണ്ടിയാണ്. ആൽഫ പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ടോപ്പ് ടോപ്പ് വേരിയന്റ്. ഈ സാധനം ഇനി മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂല ഈ സാധനം. അതായത് ഡീസലില് ഹൈബ്രിഡ് അല്ലേ? ഡീസലില് ഹൈബ്രിഡ് ഏറ്റവും ടോപ്പ് വേരിന്റ്. ഏറെക്കുറെ 25 മൈലേജ് എങ്ങും തൊടാതെ കിട്ടുന്ന വണ്ടിയാണ്. 2019 വണ്ടിയാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ ആണ്. നമുക്കിത് 9 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി 75,000 ഓഫറിൽ 8.25 ലക്ഷം രൂപ എടുക്കാം. ഏറെക്കുറെ നിങ്ങൾക്ക് 8 ലക്ഷം രൂപ ലോണും കിട്ടും. നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ആണ്. വെറും 25,000 ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാല്യൂ ഈ വണ്ടി ഇറക്കി. അതായത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക 19 മോഡൽ ഏറ്റവും ടോപ്പ് ആൻഡ് ഡീസൽ വണ്ടി. അത് ലോ കിലോമീറ്റർ ആണ്. സ്റ്റാർട്ട്, അലോയ്സ്, സ്റ്റിയറിംഗ് കളർ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടൊയോട്ട. ഇതും ഈ പറഞ്ഞ കണക്കാണ്. ഈ സാധനമൊക്കെ വംശനാശം വന്നു പോയി. വംശനാശം വന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി കൊള്ളാനിട്ടല്ല. ഈ വണ്ടി അവർ വളരെ റെയർ പീസായിട്ട് ഇറക്കിയതുകൊണ്ടാണ്. 2014 ഇറക്കിയ വണ്ടിയാണ് ഈ ഷേപ്പിനകത്ത്. അല്ലല്ല, ഇത് 19 വണ്ടി. ഇത് 19 മോഡലാ. ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഈ ഗ്രില്ലൊക്കെ മാറ്റമാണ്. 14, 15, 16 ഈ ഷേപ്പിൽ വരുന്നത്. ഈ സാധനം ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ വണ്ടി മാത്രം എടുത്ത് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. അത്ര നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ്. ആൾട്ടിസ്. ഇത് MH വണ്ടിയാണ്. നിങ്ങൾക്ക് ഇവിടെ റീ ആക്കിയിട്ട് നമ്മളിവിടെ 11 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയാൽ 11 ലക്ഷം നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്രാവശ്യം 1 ലക്ഷം രൂപ ഓഫർ 10 ലക്ഷം രൂപയ്ക്ക് കേരളത്തിലാക്കി തന്നേക്കാം.
വണ്ടി വെറും 60,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസുകളാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 10 ലക്ഷം രൂപ. 10 ലക്ഷം ഏറെക്കുറെ നമുക്ക് ടാക്സ് തന്നെ 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് വരും ടാക്സ് അടയ്ക്കാനായിട്ട്. അപ്പൊ അതുകൂടെ ചേർത്തിട്ടാണ്. ടാക്സ് അടയ്ക്കാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ വണ്ടി വേണ്ടവർ പറഞ്ഞോളൂ, വണ്ടിക്ക് ഫിനാൻസും കിട്ടും. ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു 9 ലക്ഷം വരെ നമുക്ക് ലോണും തരാം. വണ്ടി നല്ല ക്വാളിറ്റി ഇരിക്കാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ വണ്ടിക്കകത്ത് പോകാം. അത്ര വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് ഈ സെയിം സാധനം തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്. കാരണം അത്ര നല്ല വണ്ടിയായിട്ടാണ് ഞാൻ യൂസ്. മൈലേജ് ഉണ്ട് അല്ലേ? മൈലേജ് നല്ല മൈലേജ് 10-20 മൈലേജ്. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 19 വണ്ടിയുടെ പേപ്പർ ആക്കി തരും. ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ 2012 മോഡൽ സെക്കൻഡ് ഓണർ SX4 ZD ആനിവേഴ്സറി എഡിഷൻ ഡീസൽ വണ്ടിയാണിത്. ഡീസലാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ വണ്ടി. രാജു ഞാൻ പറയില്ല, ഇതാ ഇപ്പോഴും നമ്പർ നിങ്ങൾ നോക്കി KL 25D 85 88 25. ഈ വണ്ടി ഞാനിതിന്റെ സിമ്പിൾ ഒന്നും പറയത്തില്ല, കാര്യം എല്ലാവരും വണ്ടി എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. നമ്മൾ ഷോറൂമിൽ നേരത്തെ വണ്ടിയാണ്. അത്ര ക്വാളിറ്റിയാണ് ഈ വണ്ടി. വേറെ ഒന്നും ചെയ്യാനില്ല, നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുത്താൽ മതി. ഈ വണ്ടി 2.5 ലക്ഷം രൂപ ഇട്ടിരുന്നായിരുന്നു. 25,000 ഓഫർ നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം. 2 ലക്ഷം രൂപ ഒരു അപാകതയില്ല. നിങ്ങൾ കൊണ്ടുവന്ന് ഏത് മെക്കാനിക്കിനോ ഏത് ഷോറൂം ആൾക്കാരെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 20-നടുത്ത് മൈലേജ് കിട്ടും. 20-നടുത്ത് ഉറപ്പായിട്ട് മൈലേജ് കിട്ടുന്നത്. അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വരുന്ന വണ്ടി SX4 ഡീസൽ. SX4 ഡീസൽ ആനിവേഴ്സറി എഡിഷൻ വണ്ടി. അതുപോലെ തന്നെ വെർണയാണെങ്കിലോ 2017 മോഡൽ സിംഗിൾ ഓണർ വെർണയാണ്. ഇതും ടോപ്പ് വരുന്നുണ്ട്. അന്നത്തെ SX ആണ്. അലോയ്സും പുഷ്പ സ്റ്റാർട്ട് സ്റ്റിയറിംഗ് കൺട്രോളർ AC പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോ എയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. 70,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ 2018 SX. അത് ഈ വണ്ടി നമ്മൾ ഇട്ടിരുന്ന 6.25 ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത്. നമുക്ക് 45,000 ഓഫർ ഉണ്ട്. വെറും 5,80,000 രൂപയ്ക്ക് വണ്ടി വന്നേക്കാം. ആലോചിക്കണം, 2017 ഡീസൽ വണ്ടി അല്ലേ? 17 ഡീസൽ വണ്ടി. ഞങ്ങൾ ഇതിന് 5.5 ലക്ഷം വരെ ലോൺ പ്രൊവൈഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് വെറും 30,000 രൂപ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും. വണ്ടി ഡീസൽ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. 1.6 ഡീസലാണ്. ഈ എപ്പിസോഡ് നമ്മൾ ഒരുപാട് ഡീസൽ വണ്ടി കാണിച്ചിട്ടുണ്ട്. അത് കിട്ടാത്ത വളരെ റെയർ ഐറ്റം. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയാ ആജു പറയുന്നത്, പിന്നെ കിട്ടത്തില്ല. അതെ. ഇതാണെങ്കിലോ അടുത്ത് വീണ്ടും 2015 മോഡൽ ഡിസയർ VDI വണ്ടി 57,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണോ? 15 കിലോമീറ്റർ വെറും 57,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നമ്മളെ 4.60 ഇട്ടിരുന്നു. 4,20,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 4 ലക്ഷം രൂപ ലോണും കിട്ടും. 20,000 രൂപ കൊണ്ട് വന്നോളൂ. ഈ ഡീസൽ വണ്ടിക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ല. നിങ്ങൾ കിലോമീറ്റർ ജെന്യൂൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയാ വെച്ചേക്കുന്നത് 57,000 കിലോമീറ്റർ. നിങ്ങൾ ഇത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ഇവിടെ വന്നോളൂ. നിങ്ങൾ പറയുന്ന പ്രൈസ് ഞാൻ ഈ വണ്ടി തന്നേക്കാം. അത്രേ ഉള്ളൂ. അതാണ് ധൈര്യം. അപ്പൊ 4,20,000 40,000 ഓഫർ 4,20,000 രൂപയ്ക്ക് ഈ വണ്ടി തരാം. വെറും 20,000 രൂപ കൊണ്ടുവന്ന ഈ വണ്ടി ഞങ്ങളെ ട്രസ്റ്റ് വാരി നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. 2015 VDI വണ്ടി. ശരി, അതായത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് ഡീസലാ, ഇത് പെട്രോൾ ആണ്. പക്ഷേ ഇതിനൊരു ഉപകാരം എന്ന് വെച്ചാൽ ഇതിനകത്ത് മുട്ടക്കാട്ട CNG കിറ്റ് ബാക്കി ഇരിപ്പുണ്ട്. കമ്പനി എൻഡോസ് ചെയ്ത വണ്ടി. ഈ വണ്ടി നമ്മളെ എറണാകുളത്ത് യൂബറൊക്കെ ഓടാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഫിനാൻസ് ചെയ്ത് തരാം. മാക്സിമം ഫിനാൻസ് ചെയ്ത് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ പൈസയൊന്നും ആവാത്ത ZXO ZXi പെട്രോളില് പിന്നെ CNG കൂടി ഉള്ള വണ്ടി അല്ലേ? ഏറെക്കുറെ ഒരു 10, 28, 27, 28 മൈലേജ് CNGക്ക് കിട്ടുന്ന 25-ന്റെ അടുത്ത് എന്തായാലും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് യൂബർ ഓടാൻ പറ്റിയ വണ്ടിയാണ്. ZXi 2015 വണ്ടിയാണ്. ഈ വണ്ടി വന്നിട്ട് നമ്മൾ 4.5 ലക്ഷം രൂപയാണ് ഇട്ടുന്നത്. 50 ഓഫറിനകത്ത് 4 ലക്ഷം രൂപ എടുത്തുകൊണ്ടാവും. നിങ്ങൾക്ക് ഫുൾ ലോണും തരാം ഈ വണ്ടിക്ക്. അടിപൊളി. 1 രൂപ മുടക്കാതെ നിങ്ങൾക്ക് എറണാകുളമോ അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് നിങ്ങൾക്ക് യൂബറൊക്കെ ഓടാൻ പറ്റിയ CNGയിലുള്ള വീട്ടിൽ യൂസ്. ഞാൻ പറഞ്ഞതാണ്, കാര്യം ഒരുപാട് ആൾക്കാർ എറണാകുളത്ത് വിളിക്കുന്നുണ്ട് യൂബർ ഓടിക്കാനാണ്, വണ്ടി ഉണ്ടോ എന്ന് വിളിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. 4 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണില് 2015 ZXi, അതായത് ZXi ഇതിനകത്ത് അലോയ്സും കാര്യങ്ങളെല്ലാം വരും. ഇനി പുഷ്പട്ടൺ ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഇനി ഒരു അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ടയർ മാത്രമല്ല വണ്ടി എങ്ങനെയുണ്ട്, ക്ലീൻ. അത് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന 2015 മോഡൽ. ക്ലൈമറ്റ് കൺട്രോൾ AC, LCD സ്ക്രീന്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാ സാധനവും ഉണ്ട്. 4 ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ട് ഫുൾ ലോൺ കിട്ടും. അടുത്ത് നമ്മളെ ബ്ലോഗർ മുതലാളി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് i20. 2019 മോഡൽ i20 ആസ്ത ഓപ്ഷൻ വണ്ടിയാണ്. 19 ഏറ്റവും ടോപ്പ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, പെട്രോൾ ആണ് വണ്ടി. അത് യൂസ് ഉള്ളവരെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പെട്രോൾ മതി. പിന്നെ വേറെ കംപ്ലൈന്റ് എന്ന സാധനം ഇതിൽ വരില്ല. വെറും 39,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ 6.25 ലക്ഷം ഇട്ടിരുന്നു. 45,000 ഓഫർ 5.80. ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് വളരെ പരിമിതി കൊണ്ട് കുറയ്ക്കുന്നതിന്. പിന്നെ എടുക്കുന്നവർക്ക് ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ്, ഈ പിന്നെ പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഡയമണ്ട് കട്ട്, അജുൻ അറിയാൻ മാത്രമല്ല
ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു കിടിലം വണ്ടി ഞാൻ പറയുള്ളൂ. 2019 6 മാസം ഇറക്കിയ വണ്ടി കേട്ടോ. അതെ അല്ലേ? 6 മാസം ഇറക്കിയ വണ്ടിയാണ്. 580 ഏറെക്കുറെ നമുക്ക് 5 രൂപ ലോൺ കിട്ടും. ഒരു 30,000 രൂപ വരെയാണ് നിങ്ങൾക്ക് ട്രസ്റ്റ് വാല്യൂ ഈ വണ്ടി എടുത്തുകൊണ്ട് ശരി. അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിലോ? അടുത്ത ബലേനോ ഹൈലൈറ്റ് വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ബലേനോ CVT ആണ് വണ്ടി. ഇത് CVT പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി. 2017 മോഡൽ, വെറും 50,000 കിലോമീറ്റർ. ആൽഫയിലെ സീറ്റ് ആണ് വണ്ടി. അപ്പൊ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? അതെ. ഈ വണ്ടി ദാണ്ടെ നമ്പർ നോക്കിക്കോളൂ, KL04AK 9339. ഓക്കെ, 9339. ശരി, മനസ്സിലായില്ലേ? ഇത് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, നീറ്റ് വണ്ടി അല്ലേ? എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാർക്ക് മൈ വേർഡ്സ്, ഈ വണ്ടി ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം റീപ്ലേസ് ഉണ്ടെങ്കിൽ. ധൈര്യമാണല്ലേ? അതെ, അതാണ് ഞാൻ പറയുന്നത്. വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾ നോക്കിയെടുക്കണം എന്ന് പറയുന്നത്. ഈ വണ്ടി ഒന്നും നിങ്ങൾക്ക് ഇനി കിട്ടില്ല. CVT വണ്ടിയാണ്. അതായത് 17 മോഡൽ ബലേനോ സീറ്റ CVT വരുന്നത് വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്ത് വിലയുണ്ട്? 6 ലക്ഷം നമ്മൾ ഇട്ടിരുന്നതാ. ഇപ്പൊ നമ്മൾ കുറച്ചു, 50 രൂപ കുറച്ചു. 5 രൂപയ്ക്ക് കൊടുക്കാം. 5 രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി. അടിപൊളി. എത്ര ലോൺ വേണം? ഓട്ടോമാറ്റിക് ഫുൾ ലോൺ വരും, ഉറപ്പല്ലേ? ഫുൾ ലോൺ കയറും. എന്നാലും ഞാൻ പറയാം, ഒരു 50 രൂപ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ലാബ്, ഇൻട്രസ്റ്റ് സ്ലാബ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും. അതാണ് 50 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോണ്ട് പോവാം. ഇനി ഇതാണെങ്കിലോ? അടുത്ത് വരുവാണെങ്കിൽ 2017 ഡെൽറ്റ. ഇതും പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 17 തന്നെയാ? 17 തന്നെ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹൗ മച്ച് കിലോമീറ്റർ? 37. 35,000. ഇത് 17 മാനുവൽ അല്ലേ? 17 മാനുവൽ ഡെൽറ്റ ആണ് വണ്ടി. ഇത് ഈ വണ്ടി 5 ലക്ഷം രൂപയാണ് കസ്റ്റമർ ചോദിച്ചുകൊണ്ടിരുന്നത്. 50 രൂപ ഓഫർ ഉണ്ട്. 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ ഒരു 4-4.25 ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം. 25,000 രൂപ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി നിങ്ങൾക്ക് തന്നെ. അടിപൊളി. അതായത് 17 വണ്ടി നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് ക്വാളിറ്റി വണ്ടി. അടുത്തത് ന്യൂ ഷേപ്പ് പുത്തൻ വണ്ടി, 2024 ഇറങ്ങിയ പുത്തൻ ബലേനോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടി. വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാ, മാർക്ക് മൈ വേർഡ്സ്, ശരി, ഈ വണ്ടി ഫ്രീ ആയിട്ട് വരും. 1 രൂപ, ഒരു നയാ പൈസ നിങ്ങൾ എനിക്ക് ഇത് തരണ്ട. അതെ, വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടി. 9,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AGS ആണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്മൾ 7.75 നമ്മൾ ഇട്ടിരുന്ന വണ്ടി നിങ്ങൾക്ക് 45,000 ഓഫർ 7,30,000 രൂപ നേക്കാം. 7.30 നിങ്ങൾക്ക് 2024 വണ്ടി, ഒരു 10 രൂപ മേലെ വിലയുള്ള വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. അതും നിങ്ങൾ ഒരു 30,000 ഡൗൺ പേയ്മെന്റ് ഇട്ട് 7 രൂപ ലോണും തരാം. അടിപൊളി. എന്നാലും മിസ് ചെയ്യണ്ട, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് ഒരു കൊച്ചു വണ്ടി. ഞാൻ ഇപ്പഴാ കാണുന്നത്. അജു ഇപ്പഴല്ലേ ഈ വണ്ടി കാണുന്നത്? ഞാൻ ഇപ്പഴാ. ഏതാ മോഡല്? 16 ആൾട്ടോ 800 LXi ആണ്. 16 ആണ്. പിന്നെ ഈ വണ്ടികളുടെ ഒന്നും ഇന്റീരിയർ നമ്മൾ കാണിച്ചിട്ടില്ല, എല്ലാം അയച്ചു കൊടുക്കണേ. ഓ തീർച്ചയായിട്ടും, 360 ഡിഗ്രി ഫുൾ അയച്ചു കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഇത് 16 LXi ആണെന്ന്. കിലോമീറ്റർ കറക്റ്റ് അറിയില്ല. ഇന്ന് രാവിലെ കയറിയ വണ്ടിയാണ്. 2.20 കസ്റ്റമർ ആസ്കിംഗ് ആണ്. കസ്റ്റമർ വണ്ടിയാണ് ഇത്. 2.20 വേണമെന്ന് പറഞ്ഞിട്ടേക്കുന്നത്. 2,20,000 രൂപയ്ക്ക് 16 വണ്ടി അല്ലേ? 16 വണ്ടി. അതെന്തായാലും നെഗോഷ്യബിൾ ആവൂലേ? തീർച്ചയായിട്ടും. അടിപൊളി. അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കിടില വണ്ടികളാണ് നമ്മൾ കാണിച്ചു നോക്കാം. സൂപ്പർ മാക്സിമം വില കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഒരു വിളിക്കുമ്പോൾ നമ്മുടെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് അയച്ചു തരുന്നതായിരിക്കും. അതെ. അപ്പൊ എന്തായാലും ഈ കാണുന്ന വണ്ടികളുടെയൊക്കെ ക്വാളിറ്റി അടിപൊളിയാണ്. ഒന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂടെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റി വണ്ടികൾ അല്ലേ? ഓക്കെ, മാക്സിമം നിങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അടുത്തൊരു വീഡിയോ കൂടി വരും. അടുത്ത ഒരു സെക്കൻഡ് എപ്പിസോഡ് വരും. അപ്പോൾ ഈ എപ്പിസോഡ് മാക്സിമം നിങ്ങൾക്ക് വില കുറച്ച് തരാൻ പറ്റുന്ന നല്ലൊരു പ്രൈസിനാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ബാക്കിയുള്ള ഷോറൂമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്വാളിറ്റിയോട് നമ്മൾ കമ്പയർ ചെയ്യണം മെയിനായിട്ടും. അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.